ഹലോ ഗൈസ്, ഒരുപാട് നാളത്തെ ഇടവേളയ്ക്ക് ശേഷം ഞാൻ വീണ്ടും എത്തിയേക്കാണ് ഏറ്റവും പ്രിയപ്പെട്ട എന്നിലൂടെ. ഇന്നത്തെ എൻ്റെ വീഡിയോ എനിക്ക് ഞാൻ സമ്മാനിച്ച പിറന്നാൾ സമ്മാനത്തെ പറ്റിയാണ്. നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ജന്മദിനത്തിന് വളരെ ആവേശത്തോടെ ഗിഫ്റ്റുകൾ തിരഞ്ഞെടുത്ത് വാങ്ങി നൽകുന്നവരായിരിക്കുമല്ലേ നമ്മൾ ഓരോരുത്തരും. ആ കൂട്ടത്തിൽ ഒരാളായിരുന്നു ഞാനും. പക്ഷേ ഒരിക്കൽ പോലും ഞാൻ എനിക്കായിട്ടൊരു ഗിഫ്റ്റ് എൻ്റെ പിറന്നാളിന് സമ്മാനിച്ചിട്ടില്ല. എന്നാൽ ഞാൻ ഈ ജന്മദിനത്തിൽ തീരുമാനിച്ചു, ഈ ലോകത്തെനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എനിക്ക് ഒരു സമ്മാനം നൽകണമെന്ന്. അതെ, ഈ പിറന്നാളിന് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എനിക്ക് തന്നെ ഞാനൊരു ഗിഫ്റ്റ് വാങ്ങി. എത്രയൊക്കെ പ്രായം കൂടിയാലും എനിക്കെൻ്റെ ബർത്ത്ഡേ എനിക്ക് സ്പെഷ്യൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ അന്നത്തെ ദിവസം ഞാനൊരു കേക്ക് വാങ്ങി കട്ട് ചെയ്യുക അതൊരു പതിവ് ശീലമാണ്. കേക്കില്ലെങ്കിൽ എനിക്ക് എന്തോ ഒരു കുറവ് പോലെയാണ്. ഒരു പക്ഷേ ഞാനൊരു കേക്ക് ലവർ ആയതുകൊണ്ടാവാം. പക്ഷേ ഈ പ്രാവശ്യത്തെ ബർത്ത്ഡേ എനിക്ക് കുറച്ചും കൂടി മധുരം കൂടിയതായിരുന്നു. കാരണം ഞാൻ തന്നെ എനിക്ക് ഗിഫ്റ്റ് സമ്മാനിച്ചതുകൊണ്ട് ഞാൻ ആ ഗിഫ്റ്റ് എന്തായിരിക്കും എന്നുള്ള എക്സൈറ്റ്മെൻറ്റിൽ, ഇപ്പോഴത്തെ ട്രെൻഡിങ് ആണല്ലോ ഈ ഹാമ്പേഴ്സൊക്കെ, അങ്ങനെ ഞാൻ തന്നെ എനിക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്തു. പക്ഷേങ്കിൽ എനിക്ക് അതിൻ്റെ ഒന്നും ഫോട്ടോസ് വേണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നു. സാധനം ഇതൊക്കെയാണെന്ന് എനിക്കറിയായിരുന്നു. എങ്കിലും എൻ്റെ കയ്യിൽ അത് എത്തിയിട്ടാണ് ഞാനത് എന്താണെന്ന് പോലും കണ്ടത്. നിങ്ങളെന്തെങ്കിലും ഇതുപോലെ നിങ്ങൾക്കൊരു ഗിഫ്റ്റ് നൽകിയിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഒരിക്കൽ ട്രൈ ചെയ്യൂ കേട്ടോ. ശരിക്കും അതൊരു പ്രത്യേക ഫീലാണ്. നമ്മൾ നമ്മുടെ ഒരു ആവശ്യത്തിന് എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടാകുമ്പോൾ മാത്രം എന്താ പറയുക, ഒരു സാധനം വാങ്ങിക്കുന്നത്, നമുക്കായിട്ടൊരു ഗിഫ്റ്റ് സമ്മാനിക്കുന്നതിൻ്റെയും ഫീല് വേറെ തന്നെയാണ്. അത് അനുഭവിച്ച് തന്നെ അറിയണം. നമ്മുടെ ഏറ്റവും സ്പെഷ്യലായിട്ടുള്ള നമ്മുടെ ബർത്ത്ഡേക്ക് തന്നെ ആയിക്കോട്ടെ, ഇപ്പോൾ ഒരുപാട് ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുകയല്ലേ ഹാമ്പേഴ്സ് മേക്കിംഗ് ഒക്കെ. അപ്പോൾ അവരെ കോണ്ടാക്ട് ചെയ്തിട്ട് നമുക്കിഷ്ടമുള്ള ഐറ്റംസ് പറയുക, എന്നിട്ട് അവർ നമുക്ക് അയച്ചു തരും. ഇനി അതല്ല ഇഷ്ടമെങ്കിൽ നമ്മൾ തന്നെ നമ്മുടെ സ്പെഷ്യൽ ഡേയിൽ അത്യാവശ്യം നമുക്ക് അഫോർഡബിൾ ആയിട്ട് പറ്റുന്ന സാധനങ്ങൾ വാങ്ങുക. അല്ലാതെ എന്ത് ബർത്ത്ഡേ, എന്താഘോഷം, നമുക്കൊരു ലൈഫല്ലേ ഉള്ളൂടോ. എൻജോയ് ചെയ്യുക, എല്ലാ ചെറിയ മൊമെൻറ്റ്സും ആഘോഷിക്കാം. ഒരുപാട് എക്സ്പെൻസ് ഒന്നും ആവണ്ട. ജസ്റ്റ് നമുക്ക് വേണ്ടി ഒരു ഫുഡ് കഴിക്കാൻ പോയാൽ പോലും അതൊരു സ്പെഷ്യലാണ്. നമ്മുടെ സന്തോഷത്തിൻ്റെ താക്കോൽ മറ്റൊരാളുടെ കയ്യിൽ ഏൽപ്പിക്കേണ്ട കാര്യമില്ലല്ലോ. അത് നമ്മളെ ഏറ്റവും അറിയുന്നത് നമ്മുടെ കയ്യിൽ തന്നെ വെച്ചിരിക്കുന്നതല്ലേ നല്ലത്. എൻ്റെ ഈ കൊച്ചു സന്തോഷത്തിൽ പങ്കുചേർന്ന എല്ലാവർക്കും നന്ദി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്കൊക്കെ അയച്ചു കൊടുക്കാനും മറക്കല്ലേ. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണേ. വീണ്ടും ഒരു പുതിയ വിശേഷവുമായി വീണ്ടും കാണാം. അതുവരെ എന്നെപ്പോലെ തന്നെ നിങ്ങൾക്കും പ്രിയപ്പെട്ടവരായിരിക്കും. സ്നേഹത്തോടെ ഏറ്റവും പ്രിയപ്പെട്ട എന്നോട്.